ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതീ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ശ്രീ ആഞ്ജനേയായ നമഃ. ഓം നമഃ ശിവായ ശിവയേ നമഃ. ഓം നമോ നാരായണായ നമഃ. സ്വാമിയേ ശരണമയ്യപ്പോ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്തേ. ആത്മപ്രകാശം ചൊരിയുന്ന ശ്രീമദ് നാരായണീയ പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം. ശ്രീമദ് നാരായണീയത്തിൽ ദശകം 25 നരസിംഹാവതാരം വരികൾ സഹിതം തുടരുന്നു. ശ്ലോകങ്ങൾ 4, 5, 6. ഉത്സർപ്പൻ ബലിഭംഗഭീഷണഗനോ ഹ്രസ്വസ്തവീയസ്തര ഗ്രീവം പേവരദോഷദോ ഗദ്ഗദ നഖക്രൂരാംശു ദുരൂൽബണം വ്യോമോലംഘീ ഘനാഘനോപമഘന പ്രധ്വാന നിർധാവിത സ്പർദ്ധാലു പ്രകരം നമാമി ഭവത തത്നാരസിംഹം ബഭുഃ. ഉത്സർപ്പൻ ബലിഭംഗഭീഷണഹനു ഹ്രസ്വസ്തവീയസ്തര ഗ്രീവം വീവരദോഷദോ ഗദ്ഗദ നഖക്രൂരാംശു ദുരൂൽബണം വ്യോമോലംഘി ഘനാഘനോപമഘന പ്രധ്വാന നിർധാവിത സ്പർദ്ധാലു പ്രകരം നമാമി ഭവതഃ തത്നാരസിംഹം ബഭൂഃ. മേൽപോട്ട് വലിയുന്ന വലികളുടെ ചിലവുകളാൽ ഭയം ജനിപ്പിക്കുന്ന കീഴ്ക്കവിളുകൾ, തടിച്ചിടുങ്ങിയ കഴുത്ത്, തടിച്ചു കൊഴുത്ത അനേകം കൈകൾ, ആ കൈകളിലെ തീഷ്ണങ്ങളായ നഖങ്ങൾ, ആ നഖങ്ങളിൽ നിന്നും ചിന്നിച്ചിതറുന്ന ദാരുണ രശ്മികൾ, ആകാശം മുട്ടി നിൽക്കുന്നതും പെയ്യാൻ ഒരുങ്ങിയതുമായ മേഘങ്ങളുടെ ഇടിമുഴക്കത്തിന് തുല്യമായ അട്ടഹാസത്താൽ എതിരാളികളെ ആട്ടി ഓടിച്ചതുമായ അങ്ങയുടെ നരസിംഹാകാരമായ ശരീരത്തെ ഞാൻ നമിക്കുന്നു. അങ്ങയുടെ നരസിംഹാകാരമായ ശരീരത്തെ ഞാൻ നമിക്കുന്നു. ഭഗവാന്റെ തീഷ്ണങ്ങളായ നോട്ടങ്ങളും ആ വപസ്സിലെ ദാരുണരശ്മികളും ഇടിമുഴക്കം പോലെയുള്ള അട്ടഹാസങ്ങളും ശത്രുക്കളെ ഭയപ്പെടുത്താനും ഓടിക്കാനും പര്യാപ്തമായിരുന്നു. ആ അട്ടഹാസം കേട്ട് നടുങ്ങിത്തെറിച്ച അസുരർ ചിന്നിച്ചിതറി ഓടി ഒളിച്ചു. ശ്ലോകം 5. നൂനം വിഷ്ണുരയം നിഗമ്യമും യതി ഭ്രാമ്യൻ ഗദാഭീഷണം ദൈത്യേന്ദ്രം സമുപാദ്രവന്തം അധൃധാദോർഭ്യാ പൃഥുഭ്യാമമും വീരോ നിർഗളിതോ അധ ഖഡ്ഗഫലകോ ഗൃഹണൻ വിചിത്രശ്രമാൻ വ്യാവൃണ്ണൻ പുനർ ആപപാദഭുവനഗ്രാസ്യോദ്യതം ത്വാമഹോ. ആ ഭയങ്കര നരസിംഹ ആകാരം കണ്ട ഹിരണ്യകശിപു ഇവൻ വിഷ്ണു തന്നെ എന്ന് നിശ്ചയിച്ചു. ഇവനെ ഞാൻ കൊല്ലുമെന്ന് ഭീഷണി മുഴക്കിയ പോലെ ഗദയും ചുഴറ്റി ചാടി വീണു. തൻ്റെ നേർക്ക് ഗദയും ചുഴറ്റി ആഞ്ഞു വരുന്ന അസുരനെ തൻ്റെ തടിച്ച കൈകൾ കൊണ്ട് കടന്നു പിടിച്ചു. അപ്പോൾ ഹിരണ്യകശിപു കുതറി പിടിവിട്ട് ചാടിപ്പോയി. പെട്ടെന്ന് വാളും പരിചയമെടുത്ത് പല അടവുകൾ പയറ്റി നോക്കിയിട്ട്
രക്ഷയില്ലെന്ന് കണ്ട് ലോകം മുഴുവൻ വിഴുങ്ങാൻ ഒരുങ്ങി നിൽക്കുന്ന അവിടുത്തെ നേർക്ക് വീണ്ടും ചാടി ഹിരണ്യകശിപുവും ഭഗവാനെ നരസിംഹം തമ്മിൽ ഏറ്റുമുട്ടി. ഹിരണ്യകശിപുവും ഭഗവാനായ നരസിംഹം തമ്മിൽ ഏറ്റുമുട്ടി. ശ്ലോകം 6. പ്രാമ്യന്തം ദിദിജാതമം പുനരപി പ്രോഗൃഹ്യ ദോർഭ്യാം ജവാദ് ദ്വാരേയദൂരുയുഗേ നിപാത്യ നഗരാൻ ഉദ്ഗായ വക്ഷോ ഭുവി നിർഭിന്ദൻ അതിഗർഭ നിർഭരകളരക്താംബുബദ്ധോത്സവം പായം പായം മുദൈരയോ ബഹുജഗസംഹാരേ സംഹാരവാൻ. തൻ്റെ പിടിയിൽപ്പെടാതെ ഒഴിഞ്ഞൊഴിഞ്ഞ വട്ടം കറക്കുന്ന അസുരാധമനെ അങ്ങ് വീണ്ടും വേഗത്തിൽ 2 കൈയും കൊണ്ട് മുറുകെ പിടിച്ചുയർത്തിയെടുത്ത് ഉമ്മറപ്പടിമേലിരുന്നു തൻ്റെ തുടകളിന്മേൽ മലർത്തിക്കിടത്തി അവൻ്റെ മാറിൽ നഖങ്ങൾ കുത്തിയിറക്കി ഉള്ളിൽ നിന്ന് കുടുകൂടെ ചാടി വരുന്ന ചുടുചോര അത്യാർത്ഥിയോടെന്ന പോലെ കുടിച്ചുകൊണ്ട് ലോകസംഹാരകനായ അങ്ങ് ലോകം തകർക്കത്തക്ക സിംഹനാദങ്ങൾ തുടർച്ചയായി പുറപ്പെടുവിച്ചു. ദിദിജാധമം എന്ന പ്രയോഗം സ്വന്തം മകനോട് കാട്ടിയ കടുംകൈകളെ ഓർത്താവണം. അതുകൊണ്ട് അധമൻ എന്ന പ്രയോഗം കൂടുതൽ അർത്ഥവത്താണ്. ആയുധങ്ങൾ കൊണ്ടൊന്നും വധിക്കരുതെന്ന വരം വരിച്ചുകൊണ്ട് ആ വരം ഫലവത്താക്കാൻ നഖങ്ങൾ ഉപയോഗിച്ചു. പടിയിലിരുന്ന് തുടകളിൽ വെച്ചാണ് വധിച്ചത്. അതും ആ അസുരൻ നേടിയ വരം ഫലവത്താക്കാനാണ്. അകത്തോ പുറത്തോ ഭൂമിയിലോ ആകാശത്ത് വച്ചോ കൊല്ലരുത് എന്നാണ് വരം. അതുകൊണ്ടാണ് പടിമേലിരുന്ന് തൻ്റെ തുടകളിൽ കിടത്തി വധിച്ചത്. നമസ്തേ. ബാക്കി ഭാഗം തുടരും നാളെ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്തേ.